നിന്നെപ്പോലെ കുറെ കരിവാണത്തെ ഞാൻ കണ്ടിട്ടുണ്ട്. എടേ കൊച്ചു പൂണ്ട എന്നെ കുണ്ടാന്ന് വിളിച്ചു. എടാ ഈ പേട്ട് കൂതി ആരെങ്കിലും ഇങ്ങനെ വിളിക്കൂ? എൻ്റെ പൊന്നിയേട്ടൻ ഞാൻ ഈ മഞ്ഞ വണ്ടി മേടിക്കാൻ ഇങ്ങോട്ട്. എന്ത് മഞ്ഞപ്പറി? അണ്ടി അണ്ടിയല്ല മഞ്ഞ വണ്ടി. ഈ പറിയില്ലാത്തവനൊക്കെ എങ്ങനെ ചേട്ടാ ഞാൻ കുണ്ടാന്ന് വിളിക്കുന്നത്? അത് നീ പറഞ്ഞ് ശരിയാ. ദാണ്ട ഈ നിൽക്കുന്നുണ്ടല്ലോ, ഇവൻ്റെ ഒരു ഇൻ്റർനാഷണൽ കഴിവേറിയ ലോകപ്രശസ്ത പറ്റി ഇത്രയ്ക്ക് അവരാജിച്ചില്ലേ? നിനക്ക് ഈ വണ്ടിയെ ഫ്രീ ആയിട്ട് തരാം, നീ ഒന്ന് കുനിഞ്ഞ് തന്നാൽ മതി അപ്പുറത്ത് വന്നിട്ട്. അപ്പോൾ അത് നമുക്ക് അപ്പുറത്തോട്ട് പോകാം, ഇച്ചിരി വെളിച്ചെണ്ണൊക്കെ. പക്ഷേ ഇവനായതുകൊണ്ട് ഞാൻ സ്പെഷ്യൽ ഓഫർ കൊടുക്കുക. നിന്നെ ഞാൻ ഈ മഞ്ഞ വണ്ടിയുടെ ഡിക്കിക്ക് ഓർത്ത് അതിനകത്ത് കയറ്റിയ പണി ഈ പാണ്ടിക്കരിമ്പ് ഇറക്കിയോ. ഇവനൊരു ലിമോസിൻ കൊടു, അതാകുമ്പോൾ ഉരുട്ടിയിട്ട് പണ്ണ. അതും വേണ്ട, അപ്പുറത്ത് സുരേഷിൻ്റെ ഒരു പെട്ടിയോട്ടമുണ്ട്, അതിനകത്തിട്ട് പണ്ണ. അതാകുമ്പോൾ സ്മൂത്താ എപ്പടി. അങ്ങനെ നീ എന്നെ കൊത പഠിച്ച് പൊളിക്കണ്ട. എടോ സിമിയോണിന് ചിന്നെ പറയും, ഇവനാണെങ്കിൽ മുട്ടാൻ പറയുമോ? ഒരുത്തിന് പോയിട്ട് എനിക്ക് ഒന്നാമത് പറയില്ല അപ്പോഴാ. എടാ നിങ്ങൾ കളി താമസിക്കേണ്ട, നിങ്ങളങ്ങ് തുടങ്ങിക്കോ, ഞാനിവനങ്ങ് വിട്ടേക്കുക. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ കട്ടിലൊക്കെ ഓടിന്ന് സൗണ്ട് കേൾക്കേണ്ടി വരും. എന്നാലും ഇപ്പോൾ അവിടെ എന്തുമായിരിക്കും നടക്കുന്നതെന്ന്. അവൻ്റെ ഇടപാട് തീർന്നു കാണും. ആ സിമിയോൺ ഒന്നാമത് കാമപ്രാന്തനും കൂടെ വണ്ടിക്ക് വേണ്ടി വന്നവൻ്റെ കുണ്ടി പോയി കാണും ഇപ്പോൾ. അവനിയുടെ കാമപ്രാന്തിച്ച് കൂടുതലും കൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാകത്തില്ല. അവൻ്റെ നമ്പർ ലോക്കിൻ്റെ ഒരു ഇരുമ്പിൻ്റെ ഷഡ്ഡി വല്ലതും മേടിച്ച് കൊടുക്കുക. അതാകുമ്പോൾ നമ്പർ ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ അവൻ അവിടെ അങ്ങ് ഇരുന്നോളൂ. ഇല്ലേ കളി കിട്ടിയില്ലെന്ന് പറഞ്ഞ് നിൻ്റെ ചുണ്ണിക്കകത്ത് പടക്കം വെച്ച് പൊട്ടിച്ചിട്ട് പോകും. മയിര്